അസ്സലാമു ഞാൻ റഹീസ. ഷെയർഡ് എക്സ്പീരിയൻസ് ബൈ റഹീസ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഷ് വാഷ് പൗഡർ നമ്മൾക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാവർക്കും കടകളിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന വളരെ പരിമിതമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏകദേശം ഒരു സബീന ഡിഷ് വാഷ് പൗഡറിനോടൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അതേ ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഒരു ഡിഷ് വാഷ് പൗഡറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഡിഷ് വാഷ് പൗഡർ ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇതൊരു 6 kg ഡോളോമൈറ്റ് പൗഡറാണ്, കാൽഷ്യം കാർബണേറ്റ് പൗഡറാണ്. ഇതിലോട്ട് ഒരു 1/2 കിലോ അലക്കുകാരം ചേർക്കാം. അലക്കുകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡ ആഷ്. ഇത് ഒരു ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളിലും ചേർക്കുന്നത് ഇതാണ്. സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഈ സോഡ ആഷാണ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതൊരു പഴയ വുഡൻ സ്റ്റിക്കോ അല്ലെങ്കിൽ വുഡൻ സ്പാച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ആസിഡ് സ്ലറി ഒരു 200 ഗ്രാം ആസിഡ് സ്ലറി ചേർക്കുക. അപ്പം നമ്മൾ അളന്നെടുത്ത 200 ഗ്രാം ആസിഡ് സ്ലറി ഇതിലോട്ട് ആഡ് ചെയ്യുക. ആസിഡ് സ്ലറി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ഇതിന് ജസ്റ്റ് ഒരു പുകയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാസ്കും ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് മാത്രമല്ല, ഇതൊരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. പാത്രം നമ്മൾ എടുക്കുന്നത് കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. പാത്രം ചെറുതായിട്ട് ചൂടാവും സ്ലറി ഒഴിക്കുമ്പോൾ. ഈ ആസിഡ് സ്ലറി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കൈ എടുക്കാതെ നന്നായിട്ട് ആദ്യം ആ വുഡൻ സ്റ്റിക്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കുക, എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഗ്ലൗസ് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 1/2 മിനിറ്റോളം കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ സ്ലറി ഒഴിക്കുമ്പോൾ ചില ഭാഗത്ത് കട്ടയാകും, അതൊക്കെ നന്നായിട്ട് ഉടച്ച് നല്ല ഫൈൻ പൗഡർ പോലെ തന്നെ ആക്കിയെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് TSP ആണ്. TSP എന്ന് പറഞ്ഞാൽ ട്രൈ സോഡിയം ഫോസ്ഫേറ്റ് ആണ്. ഇതൊരു ക്ലീനിങ് ഏജൻ്റാണ്, കറ പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. TSP ഒരു 280 ഗ്രാമാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അളന്ന് വാങ്ങുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ നമ്മൾക്ക് അളന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മളിത് 6 kg ഡോളോമൈറ്റിനാണ് 280 ഗ്രാം എടുക്കുന്നത്. ഇനി നമ്മളൊരു 3 kg ഡോളോമൈറ്റാണ് ചെയ്യണമെങ്കിൽ ആ പൗഡറിലാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന അളവിൻ്റെ എല്ലാം ഹാഫ് എടുത്താൽ മതി. ഇപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് എടുക്കുക. TSP 280ൻ്റെ ഹാഫ് എടുക്കുക, ഒരു 140 ഗ്രാം. ആസിഡ് സ്ലറി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കേണ്ടത് 100 ഗ്രാം എടുക്കുക, ഹാഫാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ TSPക്കകത്ത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഇതിനോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാത്ത വിധത്തിൽ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഗ്ലൗസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ കുറച്ച് നീളമുള്ള വടിയൊക്കെ ഉപയോഗിക്കുക. പക്ഷെ എപ്പോഴും കയ്യിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതേപോലെ ഗ്ലൗസും മാസ്ക് ഇടാനായിട്ട് അത് മറന്നു പോകരുത്. എല്ലാ ഭാഗവും എത്തണ വിധം ഇങ്ങനെ അടിമേലെ മറിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കട്ടകളെല്ലാം നമ്മൾക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾക്കിനി ലാസ്റ്റായിട്ട് ലെമൺ പെർഫ്യൂം ആഡ് ചെയ്യാം.
ഒരു 20 ml പെർഫ്യൂം ഉണ്ട്. ഇത് ആഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുമ്പോഴും നമുക്കൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു ലെമൺ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് ലെമൺ പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലെമണിൻ്റെ ഫ്ലേവർ ആയിരിക്കും വരുന്നത്. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് അടിയിലാക്കി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഡിഷ് വാഷ് പൗഡർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് കാലം നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. ഇനി ഇതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് പാത്രം കഴുകുന്നത്, എത്ര കറ പിടിച്ച പാത്രങ്ങൾ, എത്ര പഴകിയ കറയാണെങ്കിലും നമ്മൾക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അടുത്തൊരു വീഡിയോ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക.